പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവചനം അല്പസമയത്തെ ദൈവത്തിന്റെ ശ്രദ്ധയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 86 സങ്കീർത്തനം 11 വാക്യം. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. അതിൽ നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ദൈവത്തെങ്കിലേക്കുള്ള വഴിയുണ്ട്, സത്യത്തിന്റെ വഴിയുണ്ട്, അല്ലെ നേരായ വഴികളുണ്ട്, പാപത്തിലേക്ക് വഴിയുണ്ട്, സാത്താൻ കാണിക്കുന്ന വഴിയുണ്ട്, രാഷ്ട്രീയക്കാർ കാണിക്കുന്ന വഴിയുണ്ട്, മതങ്ങൾ കാണിക്കുന്ന വഴിയുണ്ട്, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളുടെയും വഴികളുണ്ട്. ഹല്ലേലൂയ. എല്ലാ അക്രമക്കാരുടെയും വഴികളുണ്ട്. അതിന്റെ എല്ലാ അധാർമികമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് നടന്നെത്തുവാൻ അനവധി വഴികൾ ഈ ഭൂമിയിലുണ്ട്. ഇതിലെല്ലാമാണ് മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. ആമേൻ. അല്ലേ? അനവധി വഴികളിലൂടെ യാത്ര ചെയ്ത് മനുഷ്യൻ പാപത്തിൽ വീണ് പാപശരീരത്തിൽ അകപ്പെട്ട് ഈ ലോകത്തിൽ മനുഷ്യൻ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലേ? അതിന്റെ നടുവിനാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരോട് ഞാൻ പറയട്ടെ, നീ പോകുന്ന വഴിയെക്കുറിച്ച് നിനക്കൊരു ബോധ്യമില്ലെങ്കിൽ, ഈ ലോകത്തിന്റെ അധർമ്മത്തിൽ അധാർമ്മികതയിലൂടെയുള്ള വഴിയാണ് നീ യാത്ര ചെയ്യുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം നിത്യ നരകമായിരിക്കും. ഈ ഭൂമി നീ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുത്ത് ദൈവിക പാതയിലൂടെ, ശുദ്ധമായ പാതയിലൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിന്റെ അവസാനം മരണം നിനക്ക് നിന്നെ കീഴടക്കുമ്പോൾ മരണത്തിന് ശേഷം മരണാനന്തര ഒരു ജീവിതം നിത്യമായി സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ എങ്ങനെങ്കിലും ജീവിച്ച് ഏതെങ്കിലും വഴിയിലൂടെ നടന്നിട്ട് ദൈവരാജ്യത്തിൽ ചെല്ലാം എന്ന് നീ ചിന്തിക്കരുത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. പാപത്തിന്റെ വഴി നിന്നെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കണം. ദൈവിക വഴിയിലൂടെ നടക്കണം. യഹോവയുടെ വഴികളെ കുറിച്ച് നിങ്ങൾക്ക് അനുദിനം ബോധ്യം ഉണ്ടായിരിക്കണം. ദൈവിക വഴികളെ കുറിച്ച് അനുദിനം ബോധ്യം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക്, നിങ്ങളുടെ മക്കളെ കുറിച്ചും ദൈവത്തിന്റെ വഴികളെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കണം. ഹല്ലേലൂയ. സാത്താൻ ഇന്ന് അനേകർക്ക് വഴി കാണിച്ചുകൊണ്ടിരിക്കുക, പാപത്തിന്റെ വഴി. ഹല്ലേലൂയ. അങ്ങനെ സാത്താൻ തിരഞ്ഞെടുത്ത വഴിയിലൂടെ, സാത്താന്റെ തന്ത്രം കൊണ്ട് അനേകർ യാത്ര ചെയ്ത് ഇന്ന് പാപത്തിൽ നിന്ന് കരകയറാൻ കഴിയാതെ ഈ ലോകത്തിന്റെ ശാപങ്ങളിൽ വീണ് കിടക്കുക, പാപം മുഖാന്തരം ശാപത്തിൽ വീണ് കിടക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താൻ കാണിക്കുന്ന വഴി നിങ്ങൾക്ക് തൽക്കാലം നല്ലതെന്ന് തോന്നിയാലും പിന്നെ നിങ്ങളെ അത് മരണകരമായ വഴിയിലേക്ക് കൊണ്ടുപോകും. രക്തം ജയം. ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവിക വഴിയിലൂടെയാണ് നീ യാത്ര ചെയ്യുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം നിനക്ക് സന്തോഷത്തോടെ നിത്യത്തിലേക്ക് ചേരുവാൻ കഴിയും. രക്തം ജയം. നിങ്ങൾ പല സമയങ്ങളിൽ നിങ്ങളുടെ വഴികൾ യഹോവയുടെ വഴികളായി മാറാതെ, ഹല്ലേലൂയ, പാപത്തിന്റെ വഴികളിലേക്ക് യാത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ലോകത്തെ അനവധി പിടിച്ചുപറിക്കാനും മോഷ്ടാക്കളും വ്യഭിചാരികളും കൊലപാതകന്മാരും സകല ദുഷ്ടന്മാരും പെരുകിക്കൊണ്ടിരിക്കുക. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ അനവധി സുലഭമായ സാഹചര്യങ്ങൾ വിൽക്കുന്ന, അതെ കൊടുക്കുന്ന മാർഗത്തിലൂടെ ഉള്ളവര് അവരുടെ വഴികൾ നിങ്ങൾക്ക് കാട്ടിച്ചു തരും. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയമായി മാറും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഏതെല്ലാം വഴികൾ തിരഞ്ഞെടുക്കണമെന്ന് ദൈവം നിങ്ങൾക്ക് ദൈവവചനത്തിലൂടെ വെളിപ്പാട് തരികയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഒരു വലിയ നിലവിളിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ദൈവവചനം വായിക്കും. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും മേന്മയുള്ളതും നന്മയുള്ളതും അനുഗ്രഹവുമായ വഴികളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. എന്താണ് ഏറ്റവും മേന്മയുള്ളതും നന്മയുള്ളതുമായ അനുഗ്രഹത്തിന്റെ വഴികളെ നിങ്ങൾ തുറന്ന് വഴികളെ തെരഞ്ഞെടുത്ത് ആ വഴിയുടെ യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായി അറിവ് ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. ഹല്ലേലൂയ. പാപത്തെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം.
ഈ ലോകത്തിന്റെ പാപജീവിതത്തിൽ വീണ് നിന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. ജീവിത വിശുദ്ധിക്ക് മടങ്ങുക. കുറെ പണമുള്ളത് കൊണ്ടോ കുറെ സാമ്പത്തിക കുറെ പേരും പ്രശസ്തിക്കും ഉള്ളത് കൊണ്ടോ ഒന്നും നിനക്ക് ജീവിതം തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ട് വലിയൊരു ബിൽഡറിന്റെ ഉടമയായിരിക്കുന്ന വ്യക്തി ബാംഗ്ലൂര് സ്വയം വെടിവെച്ച് മരിച്ചു. വലിയ അനവധി വസ്തുവകളെല്ലാം ഉണ്ടാക്കി. എല്ലാവരും അനവധി പേരും പ്രശസ്തി ഉണ്ടായി. വലിയ ബിൽഡറാണ്, എല്ലാവരും അതിന്റെ ഉടമയാണ്. ഏതാണ്ട് 12 റോൾസ് റോയ്സ് കാറുകളാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ അനവധി സമ്പത്തിന്റെ ഉടമയായിരുന്ന ആ വ്യക്തി കഴിഞ്ഞ ദിവസം തന്റെ കയ്യിലിരുന്ന നിറത്തോക്കുകൊണ്ട് എന്ത് ചെയ്തു? സ്വയം വെടിവെച്ച് മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്ത നമ്മൾ കണ്ടത്. സത്യാവസ്ഥ നമുക്കറിയില്ല. എങ്കിലും ഞാൻ പറയട്ടെ, അതിന്റെ മരണം എങ്ങനെയാണെങ്കിൽ നിയമങ്ങൾ തെളിയിക്കട്ടെ. നമ്മൾ ആ ഭാഗത്ത് കിടന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, കോടാനുകോടി രൂപയുടെ സമ്പത്തുണ്ടെങ്കിലും മുറ്റത്ത് നിറച്ച് 12 റോൾസ് റോയ്സ് ഉണ്ടെങ്കിലും മറ്റ് ആഡംബര കാറുകളൊക്കെ ഉണ്ടെങ്കിലും വലിയ സൗദങ്ങളുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ ബാലൻസ് ഉണ്ടെങ്കിൽ നിനക്ക് ദൈവവഴി തിരിച്ചറിയാതെ പോയാൽ നിന്റെ ജീവിതം ഇത് തന്നെ. അവസാനം സാത്താൻ എന്ത് ചെയ്യും? നിന്റെ ജീവനെ കവർന്നെടുക്കും. വലിയൊരു ഉദാഹരണം എന്റേത്. അല്ലേ, എന്തെല്ലാം ഉണ്ടായിട്ടെന്താ കാര്യം? ശ്രോതാവി, ദൈവത്തെ അറിയാതെ നീ യാത്ര ചെയ്താൽ അവസാനം നിന്റെ ഗതി ഇത് തന്നെയായിരിക്കും. 2025 ചരിത്രം നീ പഠിച്ചാൽ 2025 നമ്മുടെ കേരള സംസ്ഥാനത്തെ മാത്രം എടുത്ത് നോക്കിയാൽ എത്രയോ ആളുകളാണ് പരാജയപ്പെട്ടു പോയത്, ജീവൻ ഒടുക്കിക്കളഞ്ഞ് ആത്മഹത്യ ചെയ്തത്. ഇന്ന് നമുക്കല്ലേ സ്കൂളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് 11ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ ഏകദേശം 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മയക്കുമരുന്ന് സുലഭമായി, ലഹരികൾ സുഖമായി എത്തിച്ചു കൊടുത്ത തലമുറകൾ പാപത്തിന്റെ വഴികൾ തെരഞ്ഞെടുക്കുന്നു. അവർക്ക് സ്വന്തം കൂടെ പിടിക്കുന്ന സഹപാഠികളെ തിരിച്ചറിയാൻ കഴിയാതെ അല്ലേറിയ എന്തിനേറെ പറയുന്നു തമ്മിലടിച്ച് കലകിച്ച് എത്രയോ കുഞ്ഞുങ്ങളാണ് ഇന്ന് ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുന്നത്. എത്രയോ കുഞ്ഞുങ്ങളാണ് മാരകമായ ഉപദ്രവങ്ങളേറ്റ് ജീവിതത്തിൽ വരും കാലങ്ങളിൽ സ്വന്തമായി ജോലി ചെയ്യാൻ കഴിയാതെ ശരീരത്തിൽ ചെറുപ്രായത്തിന്റെ മൃഗീയ പീഡനമേറ്റിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? പാപത്തിന്റെ വഴികൾ തെരഞ്ഞെടുത്തതാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തുമ്പോൾ പാപത്തിന്റെ വഴിയിലേക്കും പറഞ്ഞുവിടാതെ നിങ്ങളുടെ മക്കളെ നേരായ വഴിയിലൂടെ നടത്തണം. അല്ലേറിയ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് കള്ളുകൂടിച്ച് വീട്ടിനകത്ത് ഇന്ന് നീ സന്തോഷിക്കും. നാളെ നിന്റെ മക്കൾ ആ വഴിയിലൂടെ പോയി കഴിയുമ്പോൾ പിന്നെ നീ ദേശക്കാരെ, അയൽവാസികളെ, അടുത്തുള്ള കുടുംബത്തെ, അധികാരികളെ, ഭരണ സംവിധാനത്തെ കുറ്റപ്പെടുത്തരുത്. നീ മാതാപിതാക്കൾ പോയ വഴി ശരിയല്ലാതിരുന്നത് കൊണ്ട്, നിന്റെ ഭവനത്തിൽ അതിക്രമം നിറഞ്ഞതുകൊണ്ട്, പാപത്തിന്റെ വഴി നിറഞ്ഞുകൊണ്ട്, അധാർമികതയുടെ കുടുംബത്തിൽ നിറയപ്പെട്ടത് കൊണ്ട് നീ നിന്റെ കുടുംബം ഒന്നിച്ച് കള്ളുകൂടിച്ചും മറ്റുള്ളവർക്ക് വിളിച്ച് സൽക്കരിച്ചും കൊടുത്തുകൊണ്ട് നിന്റെ മക്കൾ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ നീ കാണിച്ചു കൊടുത്ത വഴി തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറയുടെ നാശം. പറഞ്ഞാല് നിങ്ങൾക്ക് അങ്ങോട്ട് രസിക്കത്തില്ല. നിന്റെ കുടുംബത്തിന്റെ അധപ്പതന എന്നെ കേൾക്കുന്ന സഹോദരൻ നീ തന്നെയാ, എന്നെ കേൾക്കുന്ന സൗരി നീ തന്നെയാ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭവനത്തിലുള്ള മാതാവും പിതാവും ഭാര്യയും ഭർത്താവും ഒരു വലിയ മൊബൈലും മേടിച്ചു വെച്ചിട്ട് അവർക്ക് മൊബൈലിൽ ചാറ്റിങ്ങും ബന്ധങ്ങൾ മാത്രമാണ്. മക്കൾക്ക് ഓരോന്ന് വാങ്ങിക്കൊടുത്ത് മക്കൾ ഏത് വഴിയെ പോകുന്നു, ഏത് വഴിയെ നടക്കുന്നു, ഏത് വഴിയുടെ യാത്ര ചെയ്യുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും സമയമില്ലാത്ത പ്രാകൃതന്മാരായിരിക്കുന്ന മാതാപിതാക്കളെ ഭൂമിയിൽ സാത്താൻ പെരുകിക്കൊണ്ടിരിക്കുക. അവരുടെ മക്കളും അങ്ങനെ തന്നെയായി മാറും. അല്ലേലിയ. ജീവിത വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം, രക്തം ചെയ്യാം. പല കാര്യങ്ങളും ഓർക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ച് അനവധി ആളുകൾക്ക് വേണ്ടി നിരന്തോറും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഓരോ പ്രാർത്ഥന വിഷയങ്ങൾ നമ്മുടെ കൺമുമ്പിലെത്തുമ്പോൾ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. രക്തം ചെയ്യാം. വല്ലേരിയ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കണം. എന്താണ് 86-ാം സംഗീതം? കഷ്ടതയിൽ ഭക്തന്റെ ഒരു പ്രാർത്ഥനയാണ്. ദാവീദിന്റെ സംഗീതം തന്റെ കഷ്ടതയിൽ, ദാവീദ് അനുഭവിച്ച കഷ്ടതയിൽ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. അല്ലേലൂയ എന്ന് പറഞ്ഞാൽ അല്ലേലൂയ ദൈവത്തിന്റെ വചനം കാണും. ദാവീദിന്റെ ഒരു പ്രാർത്ഥന ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അല്ലേലൂയ തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ താൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പ്രതിസന്ധികളെ നേരിട്ടപ്പോഴെല്ലാം ദാവീദ് ദൈവത്തിന്റെ വഴികളെ കുറിച്ച് ആരായുമായിരുന്നു. ദൈവസനി മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കുമായിരുന്നായിരിക്കാം. അല്ലേലൂയ. മാത്രമല്ല അത് ഒരു പ്രാർത്ഥന മനുഷ്യനും കൂടെ ആയിരുന്നു.
പ്രൈസലോ. അപ്പൊ ഈ എളിയവനും ദരിദ്രനുമായവന്റെ യാചനയാണ് ആമൻ 86 സംഖ്യ 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ ഒന്നാം വാക്യം സംഗീതനക്കാരന്റെ അപേക്ഷ ദൈവം ചെവി ചായ്ക്കണമെന്നാണ്. അവൻ മഹാധനികനും രാജാവുമായിരുന്ന ദാവീദ് എന്തുകൊണ്ടാണ് എളിവനും ദരിദ്രനും എന്ന് പറയുന്നത്? ദൈവസേന തന്റെ ഒന്നുമില്ലായ്മയെ താൻ സമ്മതിക്കുക. ദാവീദ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ രാജാവാണ്. എല്ലാ നന്മയുടെ ഉറവിടമുള്ളവൻ, സമ്പത്തുള്ളവനാണ്. എങ്കിലും താൻ ദൈവത്തിൽ ഒരു എളിയവനും ദരിദ്രനും എന്ന് പറയുക. അവിടെ എന്താണ്? യഹോവയെ ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമല്ല, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു എന്ന് ദാവീദ് പറയുക. അത്രമാത്രം ദൈവത്തിനെ താഴ്ത്തി കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ താൻ ഈ ഭൂമി ജീവിക്കുന്നെങ്കിലും, തനിക്ക് രാജകീയ പദവി ഉണ്ടെങ്കിലും, താൻ രാജാവാണെങ്കിലും, തനിക്ക് ഒരുപാട് പ്രജകൾ ഉണ്ടെങ്കിലും, തന്നെ ഹല്ലേലൂയ ആനയിച്ചുകൊണ്ട് നടക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും, താൻ പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവനാണ്, ഞാൻ ദരിദ്രനാണ്, എളിവനാണ്. അത്രമാത്രം താഴ്ചയിലേക്ക് വന്നവനാണ് ദാവീദ് എന്ന് പറയുന്ന വ്യക്തി. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് സമ്പത്തുകൾ പെരുകിയാലും, നന്മകൾ പെരുകിയാലും, ഒരുപാട് സ്ഥാനമാനങ്ങൾക്ക് ലഭിച്ചാലും ഹല്ലേലൂയ ആമേ സ്തോത്രം, അതിനകത്ത് നിഗളിച്ചു പോകരുത്. ദാവീദിനെ പോലെ താഴുവാൻ കഴിയണം. ഞാൻ എളിവനും ദരിദ്രനുമാണെന്ന്, അല്ലെങ്കിൽ തന്റെ ഒന്നുമില്ലായ്മയെ താൻ ദൈവത്തെ സമ്മതിക്കുകയാണ്. എത്ര നല്ല മാതൃകയാണ്. ഹല്ലേലൂയ 86 സംഗീതം 3 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി, കർത്താവ് എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഒരു രാജാവാണ്, ഒരു രാജാവ് പറയും, എന്നോട് കൃപയുണ്ടാകണം, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നുവെന്ന് ഈ സംഗീതക്കാരൻ പറയുക. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പാപക്ഷമയ്ക്കും വിശുദ്ധീകരണത്തിനും ദൈവിക സംരക്ഷണം നടത്തിപ്പിനും വേണ്ടിയിട്ടാണ് ദാവീദ് നിലവിളിക്കുന്നത്. എന്തിനൊക്കെയാണ്? ഹല്ലേലൂയ പാപക്ഷമയ്ക്ക് വേണ്ടി, തന്റെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളെ ക്ഷമിച്ചു കിട്ടുവാൻ, മാത്രമല്ല തന്റെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി, ദൈവിക സംരക്ഷണത്തിനായി, ദൈവത്തിന്റെ വഴിയിലൂടെ നടത്തുവാൻ വേണ്ടിയിട്ട് ദൈവസനെ നിലവിളിക്കുന്ന ഭക്തൻ. ഹല്ലേലൂയ. ഇത്രമാത്രം ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ സത്യവേദ പുസ്തകത്തിനകത്തോടെ ഈ വചനം വെളിപ്പെടുത്തിയിട്ടും ഇന്നും മനുഷ്യൻ സാത്താന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുക, സാത്താന്റെ ഇഷ്ടങ്ങളെ ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ അനവധി വഴികളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ വഴികൾ എങ്ങനെയൊക്കെ ഉള്ളതെന്ന് നമ്മൾ ചിന്തിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ ജീവിതത്തിൽ പാപക്ഷമയ്ക്ക് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി, ദൈവിക സംരക്ഷണത്തിന് വേണ്ടി, ദൈവിക നടത്തിപ്പിന് വേണ്ടി ദാവീദിനെ പോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിലവിളിക്കുന്ന ആ എളിവനും ദരിദ്രനുമെന്ന അവസ്ഥയിലേക്ക് നീ വന്നിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കണം, രക്തം ചെയ്യും. ഫ്രൈസറോ ഹല്ലേലൂയ. ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ടങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് സഹോദരൻ നീ ചിന്തിക്കരുത്. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റുന്നിടമല്ല മനുഷ്യർക്ക്. ഒരു പാപിക്കും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ഇവിടുത്തെ ലോകത്തിന് ഇഷ്ടങ്ങൾക്കും പാപത്തിനും പാപശരീരത്തിനും ഇവിടുത്തെ ഇംഗിതങ്ങൾക്കും തീവ്രവാദത്തിനും ഭീകരതയ്ക്കും വർഗീയതയ്ക്കും കൂട്ടുനിന്നിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രക്തച്ചൊരി നടത്തിയിട്ട് മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിലടിച്ച് കലകിച്ച് ചോരയൊഴുക്കിയിട്ട് ചോര പുരണ്ട കരങ്ങളുമായി, കറപുരണ്ട ജീവിതവുമായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ നീ ദൈവരാജ്യത്തിൽ ചെല്ലാമെന്ന് വിശ്വസിക്കരുത്. ഹല്ലേലൂയ. നീ ദൈവരാജ്യത്തിലേക്ക് അല്ല പോകുന്നത്. ഇവിടുത്തെ പാപത്തിൽ നീ മരിച്ചിട്ട് നീ നരകത്തിലേക്കാണ് പോകുന്നത്. സാത്താൻ നിനക്ക് മുമ്പിൽ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ആ സാത്താന്റെ വഴിയിലൂടെയാണ് നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നീ മടങ്ങി വന്ന് ദൈവത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യണം. ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നീ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം, രക്തം ചെയ്യണം. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്ത് ഇരിക്കരുതെന്നാ വേദപുസ്തകം പറയുന്നത്. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ അതിൻ്റെതേ. സങ്കീർത്തനം 1-1 വാക്യം, ദുഷ്ടന്റെ വഴി, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ. അപ്പൊ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ അവനൊരു വഴിയുണ്ട്, ദുഷ്ടന്റെ വഴിയുണ്ട്. പാപികളുടെ വഴി നിൽക്കരുത്. പാപി എന്നും പാപി എന്ന പാതാളത്തിൽ പറഞ്ഞിട്ട് പാപികളുടെ വഴി നീ നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിലേക്ക് നിന്റെ കാലുകൊണ്ട് നീ ചവിട്ടിപ്പോയി നീ അവിടെ പരിഹാസി ഇരിപ്പിടത്തിൽ പോയി ഇരിക്കരുതെന്ന്. അപ്പൊ ദുഷ്ടനെയും പാപിയും പരിഹാസി നീക്കണം. ആമേൻ. ദുഷ്ടന്റെ നടപ്പും പാപികളുടെ വഴിയും പരിഹാസി ഇരിപ്പിടത്തിൽ നിന്ന് നീക്കി കളയണം.
നിന്റെ മക്കളെ നേരായ പാതയിൽ നീ വളർത്തിയെടുക്കണം. പ്രൈസലോ. എന്തുകൊണ്ടാണ് നിനക്ക് ഉയർച്ചയില്ല, നന്മയില്ല, അനുഗ്രഹം? നിന്റെ കുടുംബത്തിൽ മാത്രം കണ്ണുനീര്. എനിക്ക് മാത്രം എന്താണ് ഇത് സംഭവിച്ചത്? എനിക്ക് മാത്രമേ ഈ ദുരന്തങ്ങളുള്ള, ഈ കണ്ണുനീരുള്ള, വേദനയുള്ള ഓർത്ത് നീ വിലപിക്കുന്നില്ലേ? നിനക്കും മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമില്ലാത്തത് കൊണ്ട്, അടിസ്ഥാനം മറിഞ്ഞു പോയത് കൊണ്ട് നീ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. അല്ലേ? ചില ആളുകൾക്കൊക്കെ ജീവിതത്തിൽ കഷ്ടതകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോഴാണ് അവർക്ക് ദൈവത്തെ മതി. അവർക്ക് ആരോഗ്യമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ, സ്ഥാനമാനങ്ങളുള്ളപ്പോൾ, പേരും പ്രശസ്തിയും ഉള്ളപ്പോൾ അവർക്ക് ദൈവത്തെ വേണ്ട. അല്ലേരിയ. എല്ലാം തകർന്ന് തരിപ്പണമായി കഴിയുമ്പോഴാണ് പലരും ദൈവിക വഴി തെരഞ്ഞെടുത്ത് വരുന്നത്. അല്ലേരി. അപ്പോഴത്തേനും ആ മനുഷ്യന്റെ ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായി കാണും. ഇന്ന് പകരം ഈ വചനം കേൾക്കുന്ന മാതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, യുവതി യുവകന്മാർ പറയട്ടെ, നീ പോകുന്ന വഴി ഏതാണ്? നീ പോകുന്ന വഴി മരണവഴിയാണ്. അല്ലേരിയ. നീ പോകുന്ന മരണവഴിയിൽ നിന്ന് നീ മടങ്ങി വരണം. അല്ലേരിയ. നിത്യജീവങ്കിലേക്കുള്ള വഴി നീ തിരഞ്ഞെടുക്കണം. രക്തം ചെയ്യും. അല്ലേരിയ. അതുകൊണ്ട് ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണാൻ സദൃശ്യവാക്യത്തിലേക്ക് വരുമ്പോൾ, സദൃശ്യവാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും. സദൃശ്യവാക്യം 14 അധ്യായം അതിന്റെ 12 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനവും മരണവഴികൾ എത്രയെന്ന്. അല്ലേ? മനുഷ്യന് ചിലപ്പോൾ പോകുന്ന വഴി നല്ലതായിട്ട് തോന്നാം, പക്ഷെ അതിന്റെ അവസാനം എന്തായി? മരണവഴിയായിരിക്കും. നിന്നെ കള്ള് ഷാപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, നിന്നെ വ്യഭിചാരശാലയിൽ കൂട്ടിക്കൊണ്ടു, നിന്നെ ചൂതാട്ടക്കാരിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, നിന്നെ അക്രമത്തിലേക്കും നിന്നെ ചതിവിന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീ അവസാനം ഈ മരണവഴിയിൽ ചെന്ന് ചാടും. അല്ലേലിയ. തേനൂറുന്ന വാക്കുകൾ പറഞ്ഞ്, തേൻ തുളുമ്പുന്ന വാക്കുകൾ പറഞ്ഞ് നിന്നെ വശീകരിച്ചുകൊണ്ട് നിന്നെ കൊണ്ടുപോകുന്ന അനവധി ആളുകളുണ്ട്. അല്ലേലിയ. നിന്നെ കൊണ്ടുപോകുന്ന ഇടം എന്താണെന്ന് തിരിച്ചറിയണം. അല്ലേ? അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നാം, അതിന്റെ ഒരു അവസാനമോ മരണവഴികൾ. ഇത് ശലോമോന്റെ ജീവിത അനുഭവത്തോട് ചേർത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ രാജാവായി ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്ത് ഇസ്രായേലിനെ ഭരിക്കുവാൻ ആക്കി വെച്ചെങ്കിലും ശലോമോന്റെ വഴികളൊക്കെ ആദ്യം ചൊവ്വായി തോന്നിയെങ്കിലും പിന്നത്തേതിൽ അതെല്ലാം മരണവഴികളായി മാറിയ അനുഭവങ്ങൾ മനുഷ്യനുണ്ടതൊക്കെ. അല്ലേ? ശലോമോനെ കുറിച്ച് പഠിച്ചാൽ അതിന്റെ ചരിത്രമൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ പോകുന്ന വഴി മരണവഴിയാണ്. അല്ലേലിയ. നീ പോകുന്ന മരണവഴിയ. നീ അതിരാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നീ ജോലിക്ക് പോയാൽ, ജോലി കഴിഞ്ഞ് നീ തിരിച്ചു നിന്റെ ഭവനത്തിൽ തന്നെ എത്തണം. നിന്റെ ഭാര്യയോടും മക്കളോടും അപ്പനും അമ്മയോടും ചേർന്ന് ഒന്നിച്ചിരുന്ന് ദൈവം ചെയ്ത നന്മകളും, ദൈവം തന്ന വിടുതലുകളും, ദൈവം നടത്തിയ വിധങ്ങളും, ദൈവം തന്ന ആരോഗ്യവും, ദൈവം നിന്നെ കാത്തു പരിപാലിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദി കരുടണം. നീ നിന്റെ കുടുംബം കൊണ്ടിരുന്ന. അല്ലാതെ നീ രാവിലെ പോയിട്ട് നിന്റെ പണിയുടെ അധ്വാനത്തിന്റെ ഫലം വാങ്ങി നീ കള്ള് ഷാപ്പിലേക്കും ബീവറേജിലേക്കും ബാറിലേക്കും അല്ല പോകേണ്ടത്. ചൂതാട്ട കേന്ദ്രങ്ങൾക്കും വ്യഭിചാരശാലയിലേക്കും അല്ല നീ പോകേണ്ടത്. നീ നടന്ന് നിന്റെ ജീവിതത്തിന്റെ അവസാനം, നീ പണിയെടുത്ത് അവസാനം നിന്റെ വീട്ടിലേക്കും തന്നെ നീ നടന്നെത്തണം. അതിനിടയ്ക്ക് നീ പല വഴികളിൽ കയറിയാൽ അതെല്ലാം മരണവഴികളാണ്. അല്ലേ? രാവിലെ മുതൽ പോയി പാടത്തും പറമ്പിലും കല്ലിനോടും മണ്ണിനോടും തടിയോടും ഒക്കെ പടവെട്ടിയിട്ട് ശരീരം അലഞ്ഞ് ചോര ഉയർപ്പാക്കി പണിയെടുത്തിട്ട് ലഭിച്ച ശമ്പളം കൊണ്ട് എത്രയോ പേര് കല്ല് ഷാപ്പിലും ബാറിലും ബീവറേജിനും മുമ്പിൽ കള്ളു കുടിച്ച് സുബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നാട്ടുകാർ അടിപേടിച്ച് അവിടെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? എന്താണ് വഴിയൊക്കെ ചൊവ്വായിട്ട് തോന്നി അവസാനം അത് മരണവഴിയായി മാറി. അല്ലേലൂയ. നീ മാനസാന്തരപ്പെടണം. അല്ലേലൂയ. മാനസാന്തരപ്പെടണം. തെറ്റായ വഴിയിലേക്ക് നീ പോകാതെ മാനസാന്തരപ്പെടണം. ഇതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷം. അല്ലേലൂയ. ഞങ്ങൾ സുവിശേഷം വിളിച്ചു പറയുന്ന ആരെയും മതം മാറ്റാനോ ആരുടെയും ഒരു മതപരിവർത്തനവും അല്ല. ഞങ്ങൾ പറയുന്നത് നീ നിനക്ക് ചൊവ്വായി എന്ന് തോന്നിയ വഴി പോയി അവസാനം നീ മരണവഴിയിൽ എത്തുമ്പോൾ അത് നിന്റെ അവസാനമായി മാറാറുണ്ട്. അതിൽ നിനക്ക് സമാധാന സ്വസ്ഥത കിട്ടാറില്ലാതെ വരും. അതുകൊണ്ട് നീ ആ വഴി വിട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. അല്ലേലൂയ. അപ്പം ചൊവ്വായി തോന്നുന്ന വഴികൾ, അല്ലേ? അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ പല മരണവഴികളും നല്ല വഴികളായി പലർക്കും തോന്നാം. പക്ഷേ അത് ചെന്നെത്തുന്നത് വലിയ ദുർഘടകത്തിലായിരിക്കും. അല്ലേലൂയ. പല വഴികളും നല്ല വഴികളായി പലർക്കും തോന്നാം. രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞ്
അവർ സത്യം ഗ്രഹിക്കുകയുള്ളൂ. രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത അനുഭവത്തിൽ എത്തിക്കഴിഞ്ഞിട്ടേ അവർ സത്യം ഗ്രഹിക്കുള്ളൂ. ചിലർ പറയും, ഞാനത് വിശ്വസിച്ചാൽ, ഞാൻ അവനെ വിശ്വസിച്ചു, അവൻ എന്നെ അങ്ങനെ കൊടുക്കും, അവനെ ചതിക്കും, ആ വഞ്ചന എന്നെ കൊണ്ടുപോകുന്ന ഞാൻ വിശ്വസിച്ചില്ല, അവൻ എന്നെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടാ പോയത്, അവളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടാ പോയത് എന്ന് ഞാൻ ചിന്തിച്ചില്ല, ഞാൻ ആ കിണിയിൽ ചെന്ന് പെട്ടേ പിന്നെ അബദ്ധം പറ്റി എന്നൊക്കെ പറയുന്നത് എത്ര പേരുണ്ടല്ലേ. എന്റെ സഹോദരൻ, നമുക്കങ്ങനെ അബദ്ധം പറ്റത്തില്ല. നീ ദൈവത്തെ അറിയാത്തത് കൊണ്ടും ദൈവവുമായി ബന്ധമില്ലാത്തതും സാത്താന്റെ വഴിയിലൂടെ പോകുന്നത് കൊണ്ടാണ് സാത്താന്റെ തന്ത്രങ്ങളിൽ തന്നെ നിന്നെ ആളുകൾ വന്ന് വിളിച്ചുകൊണ്ട് മരണ വഴിയിലേക്ക് പോകുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ചെറുപ്രായം തൊട്ട് 36 വയസ്സ് വരെ തിരിച്ചറിവായ കാലം തൊട്ട് ഭവനത്തിനകത്തും മദ്യം വിളവും മദ്യം കുടിക്കുന്നതും ദൈവ വഴി വിട്ട് മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളെല്ലാം ജീവിക്കുന്ന കാഴ്ച കണ്ടു വളർന്നവരാണ്. അല്ലേലിയ. 36-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഞാൻ യേശുവിനെ അറിയുന്നതിന് മുമ്പ് അല്ലേലിയ ആ പല വഴികളും ചൊവ്വായി തോന്നി. അത് പിന്നെ ഞാൻ ചെന്ന് മരണ വഴിയിലാണ് ചെന്ന് ചാടിയത്. മാതാപിതാക്കൾ കുടുംബത്തിൽ പഠിപ്പിച്ചതും അവർ ചെയ്ത് കാണിച്ചതും നടത്തിയതും ആ കാലഘട്ടത്തിൽ മറ്റുള്ളവർ കണ്ടതും കാണിച്ചതെന്നും അവർ വലിച്ചുകൊണ്ട് പോയ വഴികളെല്ലാം മരണ വഴികളായിരുന്നു. അല്ലേലേ. അവസാനം മരണവഴിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതല്ല നേരായ വഴി യേശു ക്രിസ്തു മാത്രമാണ് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധി എത്തുകയില്ലെന്ന് യോഹന്നാന്റെ സുവിശേഷം 14:6 നമ്മൾ കാണുന്നില്ലേ. അത് യഥാർത്ഥ വഴി യേശു കർത്താവാ. യഥാർത്ഥ വഴി യേശുവ. ആ വഴി കളങ്കമില്ല, വ്യാജമില്ല, അസത്യങ്ങളില്ല. ആ യേശുവാകുന്ന വഴിയുടെ യാത്ര ചെയ്താൽ മദ്യഷാപ്പിലേക്കും ബീവറേജിലേക്കും കള്ളുഷാപ്പിലേക്കും വ്യഭിചാരശാലയിലേക്ക് നീ പോകത്തില്ല. യേശുവാകുന്ന വഴിയുടെ യാത്ര ചെയ്താൽ പിടിച്ചുപറിക്കുക, മോഷണത്തിന്, അഴിമതിക്ക്, അരിഞ്ഞത്തേക്ക് പൂഴ്ത്തിവെപ്പിന് നീ പോകത്തില്ല. യേശുവാകുന്ന വഴിയിലേക്ക് നീ പോയാൽ നിന്റെ ഉള്ളിൽ രാഷ്ട്രീയം കുത്തി നിറയ്ക്കുന്ന നീ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ യാത്ര ചെയ്യത്തില്ല. യേശുവാകുന്ന വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്ന നീ തീവ്രവാദികളും ഭീകരവർഗീയവാദികളും നീ പങ്കാളിയായി തീരത്തില്ല. യേശുവാകുന്ന വഴിയിലാണെങ്കിൽ നീ യാത്ര ചെയ്യുന്നതിന്റെ കുടുംബം സമാധാനമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിന്റെ വഴികളെ നീ വിട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പം രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത വഴികളെയെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ആമേൻ, അവസാനം രക്ഷപ്പെടാൻ മാർഗമില്ലെന്ന് നീ ഗ്രഹിച്ചു വരുമ്പോഴത്തേക്ക് നീ തകർന്നിരിക്കും. പക്ഷെ പിന്നെ ഫലമില്ല, മരണവും ജീവനും എന്നത് സദൃശവാക്യത്തിലെ ഒരു പ്രധാന വിഷയമാണ്. മരണവും ജീവനും എന്നുള്ളത് സദൃശവാദത്തിന് ഒരു പ്രധാന വിഷയമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതി വെച്ച സദൃശവാക്യങ്ങൾ 31 അധ്യായങ്ങളുണ്ട്. ഒരു മാസം നിന്റെ മക്കൾക്ക് നിനക്കും വായിക്കാനുള്ളതുണ്ട്. ഒരു മാസം നീ നിന്റെ മക്കളും കൂടെ സത്യവേദത്തിലെ സദൃശവാക്യങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും വായിക്കണം. എല്ലാ ദിവസവും മക്കളോട് വായിക്കാൻ പറയണം. ആ വചനം വായിക്കുമ്പോൾ മരണത്തിന്റെ വഴിയും ജീവന്റെ വഴിയെക്കുറിച്ച് ബോധ്യമാകും. നാം ഏത് വഴിയിലൂടെ നടക്കണം, ഏത് വഴി യാത്ര ചെയ്യണം, നല്ല വഴി ഏതാണ്, മോശം വഴി ഏതാണെന്ന് ഈ സദൃശവാക്യത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതിന് പല ക്രൈസ്തവർക്കും സദൃശവാക്യം എവിടാണെന്ന് പോലും അറിയത്തില്ല. വേദപുസ്തകം കൈകൊണ്ട് തൊടാറില്ല, വേദപുസ്തകം എടുക്കാറില്ല, വേദപുസ്തകം തുറക്കാറില്ല, വായിക്കാറില്ല. അല്ലെങ്കിൽ പലരുടെയും വീട്ടിൽ സന്ധ്യയ്ക്ക് വേദപുസ്തകം വായന പോലുമില്ല. എൻ്റെ സത്യവേദ പുസ്തകം കൈകൊണ്ടെടുക്കാത്ത എത്രയോ ക്രൈസ്തവരുടെ കുടുംബമാണ് തകർന്നിരിക്കുന്നത്. അവർ സ്വന്തമായ വഴി കണ്ടെത്തിയിട്ടുണ്ട്, സ്വന്തമായ വഴി അവർക്കുണ്ട്. അവർക്ക് സ്വന്തമായ വഴികളെ കുറിച്ച് പലരും പഠിപ്പിച്ചു കൊടുക്കും. അവർ ആ വഴിയിലൂടെ യാത്ര ചെയ്ത് അവസാനം രക്ഷപ്പെടാൻ മാർഗമില്ലാതെ മരണവഴിയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഹല്ലേലൂയ വെടികൊണ്ട പന്നി മുകളിലോട്ട് നോക്കുന്നത് പോലെ പിന്നെ ലേലിയ പണ്ട പഴമക്കാർ വെടികൊണ്ട പന്നി മുകളിലോട്ട് നോക്കുന്ന പറയാം എന്ന് പറഞ്ഞാൽ പലരുടെ ജീവിതം. പ്രൈസലോ. എന്താണ്? നാം ഈ സത്യത്തിന്റെ ഭാഷയിൽ സത്യത്തിന്റെ വചനത്തെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് ഇന്നുവരെ തുറന്നു നോക്കാത്ത നിന്റെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, തീറ്റ കണ്ട് പക്ഷികൾ ചെന്ന് വലയിൽ അകപ്പെടുന്നത് പോലെയാണ് പല മരണവഴികളും. പക്ഷികൾക്ക് കെടിവെക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷികൾക്ക് കെടിവെക്കും, മലക്കും, മറ്റെന്തെങ്കിലുമൊക്കെ ഒച്ചിപ്പിച്ച് വല വിരിച്ച് ജനം മാറി നിൽക്കും. ആ തീറ്റ കണ്ട് ഓടിയെത്തുന്ന പക്ഷി എന്ത് ചെയ്യും? ആ മരണവലയിലൊക്കെ ആ കെണിയിൽ വീഴും. അല്ലേറിയ അതിന് പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നീ പലതും കണ്ട് യാത്ര ചെയ്ത്, പല നന്മകളും കണ്ട് യാത്ര ചെയ്ത്, പല സുഖങ്ങളും കണ്ട് യാത്ര ചെയ്ത് അവസാനം നീ മരണവഴിയിൽ എത്തിക്കഴിയുമ്പോൾ പക്ഷി കെണിയിൽ അകപ്പെട്ടതുപോലെ നിന്റെ ജീവിതം തകരും. ഞാന് ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള ആളാ.
അതിനെക്കുറിച്ചാണ് നിങ്ങൾ എൻ്റെ നാട്ടിൽ നിന്ന് വിളിച്ചു ചോദിച്ചാൽ അവർ പറയും. എൻ്റെ നാട് എരുവേലി കഴിഞ്ഞ് ചാത്തന്തറ എന്ന് പറയുന്ന ഒരു ദേശമാണ്. ആ ദേശത്തിന്റെ ജീവിതത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് നിങ്ങൾ ആ നാട്ടുകാരോട് ചോദിച്ചാൽ അവരത് പറയും. അവൻ പോയതെല്ലാം മരണവഴിയിലായിരുന്നു. അവൻ അവസാനം ചെന്നെത്തിയത് ദുർഗന്ധം പിടിച്ച മരണവഴിയിലാണ് ആണെന്ന് എൻ്റെ നാട്ടുകാരെന്നെ കുറിച്ച് പറയും. അതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിലെ അനുഭവത്തോടെ ഈ കഥയൊക്കെ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പം പക്ഷി കെണിയിൽ അകപ്പെടുന്നത് പോലെ നല്ല വഴിയിലൂടെ ഞാൻ പണ്ട് യാത്ര ചെയ്ത് പോയി. ആ വഴികളെല്ലാം പക്ഷി കെണിയിൽ അകപ്പെടുന്ന പോലെ ഞാനും ചെന്ന് കെണിയിൽ അകപ്പെട്ടു. ഹല്ലേലൂയ. രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. എല്ലാ പഴുതുകളും അടഞ്ഞു, എല്ലാ വാതിലുകളും അടഞ്ഞു, എല്ലാ കൂട്ടുകെട്ടുകളും നഷ്ടപ്പെട്ടു, എല്ലാ ബന്ധങ്ങളും തകർന്നു. അവസാനം എനിക്കൊരു വഴി കാണിച്ചു തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവസാനം വഴി അതല്ല മകനെ, നീ പോയ വഴികളെല്ലാം മരണവഴികളായിരുന്നു. ആ വഴിയെ നീ യാത്ര ചെയ്താൽ നീ ഇനി ഭൂമിയിൽ പോലും കാണില്ല. അതുകൊണ്ട് ഞാൻ കാണിച്ചിരുന്ന വഴിയിലൂടെ നീ യാത്ര ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനും ദാവീദിനെ പോലെ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. യഹോവേ, ആമേൻ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. ആമേൻ, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്ന് സങ്കീർത്തനക്കാരോട് ചേർന്ന് ഞാനും നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തേക്ക് ക്രമീകരിച്ചെടുത്തത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ ജീവിതം എന്ന വാക്കുകൊണ്ട് ഒരു പുസ്തകം അർത്ഥമാക്കുന്നത് സന്തോഷവും സമാധാനവും പരിജ്ഞാനവും കൊണ്ട് നിറയപ്പെട്ട ഒരു യഥാർത്ഥ ജീവിതമായിരിക്കണം. ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കൊണ്ട് നിറയപ്പെട്ട, സന്തോഷവും ഹല്ലേലൂയ സ്തോത്ര സമാധാനവും പരിജ്ഞാനവും കൊണ്ട് നിറയപ്പെട്ട ദൈവികമായ ജീവിതമായിരിക്കണം യഥാർത്ഥ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? പരിജ്ഞാനത്തോടെ നിന്റെ വീട്ടിൽ നിനക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ശ്രോതാവി, നിന്റെ കുടുംബം ഇന്ന് കണ്ണുനീരിലല്ലേ? നിന്റെ കുടുംബം ഇന്ന് ദാരിദ്ര്യത്തിലെ സാത്താനല്ലേ നിന്റെ കുടുംബത്തിന്റെ ആധിപത്യം നടത്തുന്നത്? നിന്റെ കുടുംബത്തിൽ നടത്തുന്നത് സാത്താനല്ലേ? ഇന്ന് നിന്റെ വീട്ടിനകത്ത് മുഴുവൻ ലോകത്തിന്റെ മദ്യശാലകളിൽ കിടക്കുന്ന വെറും ജഡികമായതെല്ലാം നീ വാങ്ങിക്കൊണ്ട് നിന്റെ വീട്ടിൽ വെച്ചിരിക്കുകയല്ലേ? കഴിഞ്ഞ രാത്രി നീ അധ്വാനിച്ച പൈസ കുടിച്ചിട്ട് നീ ഭവനത്തിലെത്താതെ വഴിയോരത്ത് നീ കിടക്കുകയല്ലേ? ഹല്ലേലൂയ. രാവിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് വീട്ടിൽ വന്നിട്ട് വീണ്ടും പണിക്ക് പോകുന്ന സ്വഭാവി, നിന്റെ വഴി മരണവഴികളാ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി നീ സ്വന്തം വീട്ടിൽ കിടക്കാതെ അന്യന്റെ വീട്ടിൽ പോയി കിടന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് ഒന്നും അറിയാത്തവനെ പോലെ വരുന്നവനല്ലേ നീ, വരുന്നവളല്ലേ നീ? ഹല്ലേലൂയ. രാത്രികാലങ്ങളിൽ നിന്റെ അപ്പനോടും അമ്മയോടും കൂടെ ജീവിക്കേണ്ടേ നീ. രാത്രികാലങ്ങളിൽ നിന്റെ ഭാര്യയോടുകൂടി അവൻ ജീവിക്കേണ്ടത്. രാത്രികാലം നിന്റെ ഭർത്താവിനോട് കൂടി ജീവിക്കേണ്ടത്. രാത്രികാലം നിന്റെ അപ്പനോടും അമ്മയോടും ജീവിക്കേണ്ട മക്കൾ കഴിഞ്ഞ രാത്രിയിൽ എത്രയോ തെറ്റായ വഴിയിലൂടെ, പാപത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്തു. എന്നിട്ട് പ്രഭാതത്തിൽ ആരും അറിയാത്തതിനെ പോലെ കണ്ണും ചിമ്പി എഴുന്നേറ്റ് വന്ന മനുഷ്യന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കും. നിനക്ക് ലജ്ജയില്ലേ ശ്രോതാവേ? ലേരിയ, നാണമില്ലേ? മാനസാന്തരം മടങ്ങുക. കഴിഞ്ഞ രാത്രി നിന്റെ വഴികളെ കുറിച്ച് നീ മനസ്സിലാക്കുക. നീ എവിടെയായിരുന്നു, എങ്ങനെയാ ജീവിച്ചത്, ഏത് വഴിയാ യാത്ര ചെയ്ത്? നീ നിന്റെ ഭവനത്തിൽ തന്നെയാണോ കിടന്നുറങ്ങിയത്? നിന്റെ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ച് കഴിഞ്ഞ രാത്രിയിൽ മാതാപിതാക്കളുടെ സഹോദരനും സ്വന്തം ഭാര്യയോടും ഭർത്താവിനോടും പരസ്പരം ചേർന്നിരുന്ന മക്കളോടൊപ്പം ചേർന്ന് ഈ ആഹാരം കഴിച്ച് ദൈവത്തെ വിളിച്ച് ദൈവിക വഴി അന്വേഷിച്ച് ദൈവത്തെ സമർപ്പിച്ച് സന്തോഷത്തിന്റെ സമാധാനത്തിന് പരിജ്ഞാനത്തിന് ജീവിതത്തിൽ നിറയപ്പെട്ടാണോ നീ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങിയത്? ഹല്ലേലൂയ. ഇല്ല, നീ മാനസാന്തരപ്പെട്ട നീ അവസാനം മരണവഴി ചെന്ന് ആടും. അത് നിനക്ക് ദുർഗന്ധമായി മാറും. ആ വഴിയിൽ നിനക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. ഹല്ലേലൂയ. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും പരിജ്ഞാനം നിറഞ്ഞ ജീവിതമായിരിക്കണം. ഹല്ലേലൂയ. അതുപോലെ മരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മീയവും ശാരീരികവുമായ ഹല്ലേലൂയ അധംപതനത്തെയാണ്. മരണം എന്ന വാക്കുകൊണ്ട് ചിന്തിക്കുന്നത് ആത്മീയവും ശാരീരികവുമായ അധംപതനത്തെ. ആത്മീയമായി നിന്റെ അധംപതനത്തിൽ, ശാരീരികമായി നിന്റെ അധംപതനത്തിലേക്ക് സാത്താൻ വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ജ്ഞാനത്തിന്റെ മാർഗത്തിൽ നിന്നും നീ വ്യതിചലിച്ചു പോകരുത്. ജ്ഞാനത്തിന്റെ മാർഗത്തിൽ നിന്നും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് നീ വ്യതിചലിച്ചു പോകരുത്. ഹല്ലേലൂയ. നിന്റെ വഴിയെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടാകണം. ഹല്ലേലൂയ. ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിൽ നിരന്ന് കിടക്കുമ്പോൾ നീ യാത്ര ചെയ്യുന്നത് സത്യത്തിന്റെ വഴിയിലൂടെയാണോ, യേശുവാകുന്ന വഴിയിലൂടെയാണോ? നമ്മൾ യേശുക്രിസ്തു ആകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യണം.
ലേലിയ. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പം അവിടെ ഈ വേദപുസ്തകം വാക്യം എഴുതിയിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന. ചില വീട്ടിൽ ചെല്ലുമ്പം അവിടെ ബോർഡ് എഴുതിയിട്ടിരിക്കുന്നത് കാണാം. കടയിൽ നിന്ന് വാങ്ങി കിട്ടിയ ആ ബോർഡ് ബാക്കി കൊണ്ട് തൂക്കിയിട്ടിരിക്കുന്നതാ. പക്ഷെ അവിടുത്തെ അച്ചാൻ എന്ത് ചെയ്ത് ചോദിച്ചാൽ അച്ചാൻ കള്ളുഷാപ്പില്ല. അമ്മാമ്മ എന്ത് ചോദിച്ചാൽ അടുത്ത വീട്ടിൽ പോയി നുണ പറയുക. മക്കൾ എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് അവിടെ ഈ അങ്ങാടി പോയിരിക്കുക. അവർ വീട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നതിന്റെ വീട്ടിൽ ബോർഡ് എഴുതി വെച്ചാൽ ആ പോസ്റ്റർ അതിനെ നീ അവിടെ എഴുതി തൂക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ജീവിക്കുന്നതായിരിക്കും. നീ ജീവിക്കുന്നതും ആ മാർഗത്തിലായിരിക്കണം. അല്ലാതെ ബോർഡ് വീട്ടിൽ സ്ഥാപിച്ച് ഭക്തിയുടെ വേഷം അണിഞ്ഞുകൊണ്ട്, വേഷഭൂഷാദി അണിഞ്ഞുകൊണ്ട് ജനത്തിന് മുമ്പിൽ കാണാമെ മണ്ണിടുന്ന, ജനത്തിന് കണ്ണി മണ്ണിടുന്ന ആ ജീവിതമല്ല നീ നയിക്കേണ്ടത്. നീയാണ് ഏറ്റവും വലിയ ദുഷ്ടൻ. ദൈവരാജ്യത്തെ ദൈവോദരത്തെ നീ പ്രധാനവാക്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് നീ ഭക്തിയുടെ വേഷം ധരിക്കുന്ന കപട വിശ്വാസിയ അല്ലേരിയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. നിന്റെ ആത്മീയ അധപ്പതനം, നിന്റെ ശാരീരിക അധപ്പതനം, അതാണ് മരണവഴികൾ എന്ന് പറയുന്നത്. അല്ലേരിയ. അങ്ങനെയുള്ള മരിച്ചവനെ പോലെയാ അല്ലെ. കണ്ടാൽ ഒരു കുഴപ്പവുമില്ല. കണ്ടാൽ വളരെ സുന്ദരനാണ്, കോമളനാണ്, പവിത്രനാണ്. നല്ല സൗന്ദര്യമുള്ളവളാണ്. എല്ലാം കൊണ്ടും പ്രാപ്തിയുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തികമുണ്ട്, പരിജ്ഞാനമുണ്ട്. ലോകപരിചയം ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ എല്ലാ നന്മകളുടെ ഉറവിടമൊക്കെ നിനക്കുണ്ട്. കണ്ടാൽ നിന്നെ കുറിച്ച് ഒരു തെറ്റുമാരും പറയില്ല. പ്രൈസലോ. പക്ഷെ നീ ആത്മീയമായി അതപ്പതിച്ചവളാ. ശാരീരികമായി നീ മരിച്ചവളാണ്. നീ കടന്നു പോകുന്ന വഴി മരണവഴിയിലൂടെയാ. ദൈവത്തിന്റെ വചനത്തെ നീ അനുസരിച്ചില്ല, ദൈവത്തെ അനുസരിച്ചില്ല. രക്ഷയുടെ വഴി നീ തിരഞ്ഞെടുത്തില്ല, പാപത്തിന്റെ വഴികളാണ് നീ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നീ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. അധികം കാലം നിനക്ക് ജീവിക്കാൻ കഴിയില്ല. ഉന്നതനും കൂടീശനുമായ വ്യക്തി കഴിഞ്ഞ ദിവസം നിറതോക്കൊണ്ട് വെടിവെച്ച് മരിച്ചെങ്കിൽ നിന്റെ ജീവിതത്തിൽ മരണം ഏത് വിധത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ്, ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ്, ഏത് സ്വഭാവത്തിലാണ് മരണം നിന്നിലേക്ക് വരുന്നത് നിനക്ക് അറിയില്ല ശ്രോതാവി. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. ഈ പ്രമാദത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തെ നീ കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. നിന്റെ മക്കളെ നീ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഈ മൊബൈലിനകത്ത് കുത്തി തോണ്ടിയിരുന്ന് നീ നിന്റെ കുടുംബവും നാശിച്ചു പോകരുത്. ഈ മൊബൈൽ തന്നെ പല മരണവഴിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പല ദാസന്മാരും ഒക്കെ ഈ മൊബൈൽ തോണ്ടിക്കൊണ്ട് സഭായോഗത്തിന്റെ ഇരിക്കുന്നതും പാട്ടിന്റെ ഇരിക്കുന്നതും എല്ലാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷനിൽ പോയപ്പോഴും വലിയ കണ്ടതെന്താണ്, എല്ലാവരും സ്റ്റേജിലിരുന്ന് അടിപൊളി പ്രസംഗം ഇറങ്ങി മൊബൈലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പാട്ട് പാടുന്നു മൊബൈലിൽ നോക്കിയ. അതൊക്കെ നീ മാറ്റിവെക്കും. നീ പണ്ടത്തെ പോലെ നല്ല പാട്ടുകളൊക്കെ ബുക്കിലോ പേപ്പറിലോ ഒക്കെ എഴുതി സ്റ്റാൻഡൊക്കെ വെച്ച് അത് വെച്ച് പാട്. അല്ലെങ്കിൽ നിന്റെ മൊബൈൽ മാറ്റി നല്ല വലിയ ചിലരൊക്കെ വലിയ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. നിന്റെ മൊബൈൽ മാറ്റി വെക്കണം. നീ പാട്ട് നോക്കി മാറുമ്പോൾ തന്നെ അതിനകത്ത് വരുന്ന മെസ്സേജുകളും അതിനകത്ത് വരുന്ന കോളുകളെല്ലാം നീ കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ ഏകാഗ്രത നഷ്ടപ്പെടും. ആ ഫുൾ പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗകന്റെ പ്രസംഗത്തിന് പോലും നീ ഒരു ശാപമാണ്. ഹല്ലേലൂയ. ഈ പ്രസംഗം നടക്കുന്ന സ്റ്റേജ് പെന്തക്കോസ്തുകാരുടെ വിശ്വാസികളുടെ ഇനി ഏത് പ്രസംഗം ആ പ്രസംഗം നടക്കുന്ന സ്ഥലത്ത് നീ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്തെ മെസ്സേജും അതിനകത്തെ അല്ലെങ്കിൽ ആ കോള് വരുന്നത് കണ്ടുകൊണ്ടിരിക്കുക. നീ ഒരു ശാപമാണ് ആ മീറ്റിങ്ങിന്. നീ ഒരു ശാപമാണ്. നിന്റെ ഫോണിനകത്ത് ഈ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പാപത്തിന്റെ വഴികളെ നീ മാറ്റിവെക്കണം. മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണം. ദാവീദിന്റെ കാലഘട്ടത്തിൽ, ഏലിയാവിന്റെ കാലഘട്ടത്തിൽ, ഏലിശയുടെ കാലഘട്ടത്തിൽ, ശമൂവേലിന്റെ കാലഘട്ടത്തിലും, മോശയുടെയും യോശുവയുടെ അബ്രഹാമിന്റെയും നോഹയുടെയൊക്കെ കാലഘട്ടത്തിൽ അല്ലലിയ. ഇനി നമ്മൾ പഴയ നിയമ വിശുദ്ധന്മാരുടെ കാലഘട്ടത്തിലും പുതിയ നിയമ വിശുദ്ധന്മാരുടെ കാലഘട്ടത്തിലും മാധ്യമസഭയിലും ഒന്നും മൊബൈലില്ലായിരുന്നു. അവരൊന്നും മൊബൈലിൽ നോക്കിയല്ല ബൈബിൾ വായിച്ചതും, മൊബൈലിൽ നോക്കിയല്ല പാട്ട് പാടിയതും. അല്ലേലിയ. അവരൊന്നും മൊബൈലിലല്ല ആശ്രയിച്ചത്. അവർക്ക് സത്യവേദ പുസ്തകത്തെ അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ കരങ്ങളിലുള്ളത് എങ്ങനെയായിരുന്നു, അതിനെ വഹിച്ചുകൊണ്ട് നടക്കുവാൻ ലജ്ജയില്ലായിരുന്നു. ഇന്നേക്കൊരു 25 വർഷം പുറകോട്ട് നോക്കിയാൽ പെന്തക്കോസ്തിന്റെ ചരിത്രങ്ങൾ, സഭയുടെ ചരിത്രം, സഭാചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അന്നത്തെ മാതാപിതാക്കൾ വരവീറെ ഈ പുസ്തകം ചുമന്നുകൊണ്ട് അവർക്ക് സഭയിൽ കടന്നു വരുന്ന ലജ്ജയില്ലായിരുന്നു, മടിയില്ലായിരുന്നു. അവർ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനവർക്ക് നാണമില്ലായിരുന്നു. അവർ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച്, കണ്ണുനീരോടെ പട്ടിണി കിടന്ന്, ദാരിദ്ര്യം അനുഭവിച്ച്, കുന്നും മലകളും
കയറി ഇറങ്ങി വെയിലും മഴയും കൊണ്ട് ചെരുപ്പം തേഞ്ഞ് ഒരു നേരത്തെ ഒരു നേരത്തെ ആഹാരം നന്നായി കഴിപ്പാനില്ലാതെ അവർ ഈ പുസ്തകം ചുമന്നത് കൊണ്ടാണ് ശ്രോതാവി ഇന്ന് നീ ദൈവത്തെ ആരാധിക്കുന്നത്. അവർ ദൈവ വഴിയിലൂടെ നടന്ന പിതാക്കന്മാർ ദൈവത്തിന്റെ വഴിയിലൂടെ നടന്നത് കൊണ്ടാണ് നീ ഇന്ന് സന്തോഷം അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിന്റെ പിതാക്കന്മാർ നിനക്ക് കാണിച്ചെന്ന മാതൃകയ്ക്ക് നീ മടങ്ങി വരണം. ഇന്നത്തെ ദുർക്കൂത്തിന്റെ ആ ദുർഗന്ധത്തിന്റെ വഴി നീ മാറ്റിവെച്ചിട്ട് നീ നിന്റെ കരങ്ങൾ കൊണ്ട് വിശുദ്ധ ബൈബിൾ എടുക്കുക. ഹല്ലേലൂയ. ബൈബിൾ ഒഴിച്ച് നീ എന്നും ചെയ്യരുത്. ആ പിതാക്കന്മാരൊക്കെ മാതൃകയോടെ ജീവിച്ചവരുടെ അനവധി ജീവിത ചരിത്രങ്ങൾ ഞാൻ വായിക്കാറുണ്ട്, ഇപ്പോഴും വായിക്കാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമൊക്കെയാ. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഇന്നത്തെ തലമുറ എവിടെത്തി? ഇന്നത്തെ സഭ എവിടെത്തി? ഇന്നത്തെ വിശ്വാസികൾ എവിടെത്തി? ഇന്നത്തെ പ്രസംഗകർ എവിടെത്തി? ഹല്ലേലൂയ. പാള പോലെയുള്ള മൊബൈലും പിടിച്ചുകൊണ്ട് സ്റ്റേജിനകത്ത് കയറി നിന്ന് നീ അത് നോക്കുമ്പോൾ നിന്റെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് എല്ലാം നീ ചെയ്യുന്ന ക്രൂരത, പാപത്തെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. നിന്നെ കണ്ടാ നിന്റെ മക്കൾ പഠിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഇടയനോട് പറയട്ടെ, സുവിശേഷനോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന പാസ്റ്ററോട് പറയട്ടെ, വിശ്വാസി പറയട്ടെ, പുരോഹിതനോട് പറയട്ടെ, നീ ചെയ്യുന്നത് കണ്ടാ നിന്റെ മുമ്പിരിക്കുന്ന വിശ്വാസി പഠിക്കുന്നത്. അല്ലേരി മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ യഥാർത്ഥ ജീവിതത്തെ സൂചിപ്പിക്കുന്ന യഥാർത്ഥ ജീവിതത്തെ സൂചിപ്പിക്കുന്ന യഥാർത്ഥ ജീവിതം എങ്ങനെ നയിക്കാം, യഥാർത്ഥ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ധാരണ തരുന്ന, ഒരു വെളിപ്പാട് നൽകുന്ന, ഒരു ദർശനം നൽകുന്ന പുസ്തകമാണ് സദൃശ്യവാക്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പല സമയങ്ങളും വഴിയറിയാതെ നിങ്ങൾ വലയുന്നുണ്ട്. ഏത് പാതയിൽ ചെല്ലണമെന്നറിയാതെ നിങ്ങൾ വിഷമിക്കാറില്ലേ? പലപ്പോഴും നിങ്ങൾ വഴിയറിയാതെ വലയുന്നു. ഏത് പാതയിലൂടെ പോകണമെന്നറിയാതെ വിഷമിക്കുന്നില്ലേ? ശരിയായ വഴി അറിയാതെ ഒരു വഴി കാട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ പാതയിൽ ചെല്ലുകയില്ല. ശരിയായ വഴി അറിയാതെ യാത്ര ചെയ്യുന്ന നിങ്ങൾ നിങ്ങളെ വഴി നടത്താൻ നല്ല വഴി അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ നിങ്ങൾ വഴി തെറ്റാതെ പോകുമെന്ന്. അപ്പൊ നിങ്ങൾ പലപ്പോഴും വഴി തെറ്റിയിട്ടുണ്ട്. പാതകൾ നിങ്ങൾ വഴി അറിയാതെ നിങ്ങൾ നിന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥ വഴി അറിയുന്ന ഹല്ലേലൂയ യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിനക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിയും. നീ നല്ല വഴിയുടെ യാത്ര ചെയ്യും. യേശു ക്രിസ്തു വാങ്ങുന്ന വഴിയിലൂടെയാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ വഴിയുടെ അന്ത്യം മരണവഴിയല്ല. യേശു ക്രിസ്തുവിലുള്ള വഴിയിലൂടെയാണ് യാത്ര ചെയ്യുക. ആ വഴിയുടെ അന്ത്യം എന്ന് പറയുന്നത് നിത്യജീവനിലേക്കുള്ള വഴിയാണ്. അത് നിത്യജീവനിലേക്കുള്ള വഴിയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരാൻ സമയമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, മരണവഴി വിട്ടിട്ട് നീ മടങ്ങി വാ. ദൈവം നിന്നെ ഒരുപാട് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക, ഒരുപാട് നന്മകൾ തരുവാൻ, ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കൂരി തരുവാൻ ദൈവം ആഗ്രഹിക്കുക. പക്ഷേ നീ മരണവഴി വിട്ട് മടങ്ങി വരണം. എനിക്ക് മാത്രമേ ഈ കഷ്ടമുള്ളൂ, സങ്കടമുള്ള, ദുഃഖമുള്ള, കണ്ണുനീരുള്ളൂ, എനിക്ക് മാത്രമേ ഇതുള്ളൂ, എന്റെ വിധിയാന്ന് പറഞ്ഞ് നീ സ്വയം അതമ്പതിച്ചു പോകാതെ നീ നേരായ വഴിയിലേക്ക് വാ. സത്യത്തിന്റെ വഴി എന്ന് പറഞ്ഞ ഏക വഴി യേശു ക്രിസ്തു മാത്രം. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും പറയട്ടെ, ഏക വഴി യേശു മാത്രമാണ്. ആ വഴിയിലൂടെ നീ യാത്ര ചെയ്താൽ നീ ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. വഴി തെറ്റിപ്പോയാൽ മരണവഴിയെ ചെതിയാടും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവിക സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയപ്പെടുക തന്നെ ചെയ്യണം. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ പോകുന്ന വഴിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിനക്ക് സമയാസമയങ്ങളിൽ ആലോചന തന്നുകൊണ്ടിരിക്കും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, പല വഴികളും മരണ വഴികളാണ്. ഹല്ലേലൂയ. സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നാസർവതക്കാരനെ ദൈവം വേർതിരിച്ച് ഇസ്രായേലിന്റെ ന്യായാധിപനായി ദൈവം വേർതിരിച്ച ശിംശോനെ നിനക്കറിയത്തില്ലേ? ഹല്ലേലൂയ. ശിംശോൻ യാത്ര ചെയ്ത് പിന്നെ തന്റെ വഴികൾ തെറ്റിപ്പോയി. അവസാനം ദലീലയുടെ മടിയിൽ ചെന്ന് കിടന്ന് ആ ദലീലയുടെ മടിയിൽ കിടന്നത് കൊണ്ട് അവന്റെ ശക്തി അവന്റെ തലമുടിയിലാണ്, ജടയിലാണെന്ന് മനസ്സിലാക്കിയ ദലീല ഫിലിസ്ത്യരെ വിളിച്ച് അവന്റെ മുടി മുറിച്ചു കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ശിംശോന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. ശിംശോന്റെ ശക്തി നഷ്ടപ്പെടുക മാത്രമല്ല, ഫിലിസ്ത്യനെ പിടിച്ച് കണ്ട് കുത്തിപ്പൊട്ടിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി മാവ് പൊട്ടിക്കുന്ന വേലയിലാക്കി വെച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 16 വായിക്കണം കേട്ടോ. എന്താണ് ദൈവ വഴി വിട്ടുപോയി. ശിംശോൻ ദൈവത്തിന്റെ വഴി വിട്ട് ദലീലയുടെ ലോകത്തിന്റെ പാപത്തിന്റെ വഴികൾ, ജഡത്തിന്റെ വഴികൾ തെരഞ്ഞെടുത്ത് ഈ ലോകത്തിന്റെ ലൗകിക വഴികൾ തെരഞ്ഞെടുത്ത് ശിംശോന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും അങ്ങനെ
ഹല്ലേലൂയ. ആമേൻ. ലോകത്തിന്റെ പാപത്തിന്റെ വഴിയിലൂടെയല്ലേ യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ കടന്നു പോകുന്ന വഴി ശാശ്വതമായ വഴിയാണോ? നിങ്ങൾ കടന്നു പോകുന്ന വഴി ശാശ്വതമായ വഴിയാണ്. നിന്റെ മക്കളെ നേരായ വഴിയിലൂടെ നീ വളർത്തിയെടുക്കണമെന്ന്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്വന്തം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന സമയമായി കഴിയുമ്പോഴത്തേനും ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ കമന്ന് വീഴുന്ന സമയത്ത് തന്നെ ഈ മൊബൈൽ എന്ന് പറയുന്ന ആ ദുഷ്ട ആ അന്ധകാരത്തെ ഹല്ലേലൂയ എന്നൊക്കെ ഞാൻ അതിന് പറയാൻ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ ഞാനും അതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സുവിശേഷത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നവരെ അവിടെ തിരിച്ചു പറയുകയാണ്, ഈ മെസ്സേജുകൾക്ക് വേണ്ടിയൊക്കെയാണ് ഞാനത് ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കമന്ന് വീഴുന്ന സമയം തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കുട്ടികളുടെ മുമ്പിൽ മൊബൈൽ ഇട്ട് കൊടുത്ത് അത് ഓണാക്കി കൊടുത്ത് അതിനകത്തൂടെ ഹല്ലേലൂയ അതിനകത്തൂടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടെ കുട്ടികളെ കാണിച്ച കുഞ്ഞ് കമന്ന് വീഴുന്ന പ്രായം തൊട്ട് അത് ഓരോ ദിവസം വളരെ തോറും പിശാച കുട്ടി അതിനെ അടിമയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. എന്തോ ഗെയിം കളിക്കുക, മക്കൾക്ക് ഗെയിം കളിക്കുക. ആ കൊച്ചു കമന്ന് വീണു എഴുന്നേറ്റിരുന്നു, അല്ലെങ്കിൽ എഴുന്നേറ്റിരുന്ന് കഴിയുമ്പോൾ അത് മൊബൈൽ ചോദിച്ചുകൊണ്ടിരിക്കും. കൈ അവൾ പറയത്തില്ല, ആംഗ്യം കാണി അതിയുടെ ശബ്ദം ഉണ്ടാക്കും. അപ്പം അമ്മമാര് പറയും, അവക്ക് അവനാ മൊബൈൽ കിട്ടാഞ്ഞിട്ടാ. ഓ, കുഞ്ഞുങ്ങളെ കുറിച്ച് എന്ത് നല്ലതാ പറയുന്ന മാതാവി. നിന്നെപ്പോലെ അതമ്പതിച്ച സ്ത്രീയെ, നിന്നെപ്പോലെ അതമ്പതിച്ച പുരുഷൻ, എന്നിട്ട് കുഞ്ഞ് നാല് നടക്കാൻ തുടങ്ങും തൊട്ട് അതിനെടുത്ത് ഒക്കത്ത് വെച്ചോണ്ട് ചോറ് വാരി കൊടുക്കുന്ന ഈ മൊബൈൽ വെച്ചോണ്ടാ. നേരത്തെ ചോറ് ഈ മൊബൈലിനകത്ത് അശുദ്ധമായത് കാണിച്ചുകൊണ്ടാണ് നീ നിന്റെ മക്കളെ വളർത്തിയെടുക്കുന്നത്. എന്നിട്ടാ നീ സമൂഹത്തിൽ എളിഞ്ഞു നിന്റെ മക്കൾ നിന്റെ മക്കളെ അവൻ വേഴപ്പിച്ച് അവൾ വേഴപ്പിച്ച് അവന്റെ മക്കൾ മുഖം എന്റെ മക്കൾ പിഴച്ചുവെന്ന് നീ പറയുന്നില്ല. സഹോദര സഹോദരി, നിന്റെ വഴിവിട്ട ജീവിതം നിന്റെ മക്കളെ വഴിവിട്ട രീതിയിൽ വളർത്തിയെടുത്തത് കൊണ്ടാണ് നിന്നെ അനുസരിക്കാതെ നിന്റെ മക്കൾ തെറ്റായ വഴിയിലേക്ക് പോയി അവസാനം മരണ വഴിയിലെത്തിയത്. അല്ലേ? നിന്റെ മക്കളെ നശിപ്പിച്ച നീ തന്നെയാ, നിന്റെ കുടുംബത്തിൽ നീ തന്നെയാ, മാതാപിതാക്കളെ കാരണക്കാര്. ഹല്ലേലൂയ സ്തോത്രം. പണ്ടത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ അമ്മമാര് വളർത്തിയതാ, ഞങ്ങളെയൊക്കെ ഞങ്ങൾ അമ്മമാര് വളർത്തിയപ്പോ ഞങ്ങൾക്കൊന്നും ഈ മൊബൈൽ തന്ന് കാണിച്ചല്ല ഞങ്ങളെ ചോറ് തന്ന് വളർത്തിയത്. ഞങ്ങൾക്ക് ചോറ് വാരി തന്നത് മൊബൈൽ കാണിച്ചും ഗെയിം കാണിച്ചും റിയാലിറ്റി ഷോ കാണിച്ചും കോമഡി കാണിച്ചും ഇതിനകത്തെ സിനിമയും സീരിയലും ഒക്കെ കാണിച്ച് മായാപ്പിയും കുട്ടൂസിനും ഒന്ന് കാണിച്ചിട്ടല്ല ഞങ്ങൾക്ക് ചോറ് വാരി തന്നത്. ഹല്ലേലൂയ. ഞങ്ങളൊന്നും അന്നത് ഇന്നത്തെ തലമുറയെ നശിച്ചു പോയില്ലേ, മരണവഴിയിൽ എത്തിയില്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എന്താണ്? ദാവീദ് പറയുകയാണ്, അമ്മേലി ഞാൻ എളിയവനും ദരിദ്രനുമാണെന്ന് പറയുക. ദാവീദോട് യഹോവയെ ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരപ്പെടണമേ, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. 11-ാം വാക്യത്തിലേക്ക് വരും പറയുകയാണ്, ഹല്ലേലൂയ, യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. അത് ഇന്ന് പകരം നീ ദൈവിക വഴിയിലേക്ക് മടങ്ങുക. കണ്ണുകൾ വെച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിലിട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയ ചെറിയ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരട്ടെ. നേരായ പാതിലേക്ക് മടങ്ങി വന്ന് സത്യത്തിന്റെ പാതിലേക്ക് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാടെയാണ്. ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിൽ തടവറയായിരിക്കുന്ന എല്ലാ ജനങ്ങളും പാപത്തിന് വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് ജനം മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ സത്യത്തിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ പല വഴിയും നല്ല വഴിയായി തോന്നും, അവസാനത്ത് മരണവഴിയായി മാറുമ്പോൾ ജീവിതം തകർന്ന് ആത്മീയവുമായി ശാരീരികമായി അധംപതനത്തിലേക്ക് പോകുന്ന വഴികൾ വിട്ട് മടങ്ങി വരുവാൻ വഴിയിൽ സത്യം ജീവനുമായിരിക്കും ദേശത്തിലൂടെ ജനം ജീവിതത്തെ പുതുക്കിയെടുക്കുവാൻ അവർ നിത്യത്തിലേക്കുള്ള വഴി തിരിച്ചറിയേണ്ടതായി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, ദൈവദാസന്മാർ, ദൈവസഭയെ ഭൂമിയിൽ ഒരുപാടുള്ള 800 കോടി ജനത്തെ ഓർക്കുകയാണ്. വിടുതലൈക്കണം കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.